ഞാൻ മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് മാധവനെ കൊണ്ടാണ് തൊഴാനായിട്ട് വന്നത്. അപ്പോൾ മാധവനെ കൊണ്ട് മഞ്ചാടിക്കുരു വാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഒരു ഭക്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദേവി എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവർക്കൊരു മകളുണ്ട്, ചെറിയൊരു മോളാണ്. അപ്പോൾ മോളെ കൊണ്ട് ഈ മഞ്ചാടിക്കുരു വാരിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, എവിടേക്കാണ് വരേണ്ടതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ശരിക്കും മഞ്ചാടിക്കുരു അല്ലെങ്കിൽ കുന്നിക്കുരു വാരുക എന്ന് പറഞ്ഞാൽ ചീട്ടാക്കിയിട്ട് ചെയ്യേണ്ട ഒരു വഴിപാടൊന്നുമല്ല കേട്ടോ. കുട്ടികളുടെ കുസൃതി കൂടാനായിട്ട് ചെയ്യുന്ന വഴിപാടെന്നാണ് പറയുക. അത് ചുറ്റമ്പലത്തിലെ കൊടിമരത്തിൻ്റെ ആ ഒരു വലതുഭാഗത്തായിട്ട് ഒരു മഞ്ചാടി ചെമ്പുണ്ട് കേട്ടോ. അതിൽ ധാരാളമായിട്ട് മഞ്ചാടിയും കുന്നിക്കുരും നാണയങ്ങളൊക്കെ ഉണ്ട്. ഭക്തർ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതാണ് കേട്ടോ. നമുക്കും അവിടെ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ പ്രാദേശികം ക്യൂ എന്ന് പറയുന്നത് വന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ മഞ്ചാടി ചെമ്പിൻ്റെ ഭാഗം. അപ്പോൾ ചില ദിവസങ്ങളിൽ അവിടെ നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച കേട്ടോ. പല വയസ്സിലുള്ള കുട്ടികൾ വന്നിട്ട് ചിലരുടെയൊക്കെ മുഖത്ത് അത്ഭുതമായിരിക്കും. കാരണം ഇത്രയും ചുവന്ന നിറത്തിൽ ധാരാളം മഞ്ചാടിയും കുന്നിക്കുരൊക്കെ ഇങ്ങനെ കാണല്ലേ. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ടും അത്ഭുതം കൊണ്ടൊക്കെ നിൽക്കുന്ന കുട്ടികളെ കാണാം കേട്ടോ. ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് വാരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പിടി അവർ പിടിച്ചിട്ടുണ്ടായിരിക്കും, അത് തിരിച്ചിടില്ലേ അതിൽ. അങ്ങനെ അമ്മമാരിങ്ങനെ കൈ ഇങ്ങനെ വിരലൊക്കെ ഇങ്ങനെ വിടിയിപ്പിച്ചിട്ട് അതിലിടുന്നതും കാണാനായിട്ട് സാധിക്കും. ശരിക്കും കുട്ടികളുടെ ആ കുറുമ്പ് ഒന്ന് കൂടാനായിട്ടുള്ള വഴിപാടാണെന്നാ പറയാം. അപ്പോൾ ആ മഞ്ചാടി ചെമ്പിൽ അവിടേക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ട് മഞ്ചാടി ഇങ്ങനെ വാരി വാരി ഇടുക എന്നാണ് ആ വഴിപാട് ചെയ്യുക. അപ്പോൾ ഭഗവാനും കുട്ടികളുടെ കൂടെ ആ മഞ്ചാടി ഇങ്ങനെ വാരിയിടാനായിട്ട് ഉണ്ടാകുന്നതാണ് കേട്ടോ വിശ്വാസം.